ഹലോ, അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? എന്തെങ്കിലും സങ്കടം ഉണ്ടോന്നില്ല? ഇല്ല. പിന്നെന്തിനാ എന്നോട് ഈ ദേഷ്യം? അപ്പോൾ ചോദിച്ചു നീലൻ അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു. സോറി. അവളുടെ നെറുകിലും മോയച്ചുകൊണ്ടവൻ പറഞ്ഞു. സാരല്ല, എല്ലാം ശരിയാവും. അത് പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. പിറ്റേ ദിവസം രാവിലെ അപ്പു ചെടികൾ നനയ്ക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഗേറ്റ് കടന്നു വരുന്നത്. ഇത് കാർത്തികേയൻ്റെ വീടല്ലേ? അതെ. അപ്പു പൈപ്പ് ഓഫ് ചെയ്തുകൊണ്ട് പറഞ്ഞു. അയാളുണ്ടോ ഇവിടെ? അകത്തുണ്ട്. എന്തേ? തൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നോളെ അയാൾക്ക് ഒരു കൗതുകം തോന്നി. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ഇടുപ്പിന് കൈ കുത്തിയെന്നാണ് അവളുടെ ചോദ്യം. അത് ചെറിയ കുട്ടികൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. എന്നോട് ആരാ പറഞ്ഞ ഞാൻ ചെറിയ കുട്ടിയാന്ന്? അവൾ ചെറിയ ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. ആരാ പറഞ്ഞത്? നീലൻ അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വന്നു. അറിയില്ല നീല. അത് പറഞ്ഞ അയാളെ തുറപ്പിച്ച് നോക്കി അപ്പത്തേക്കും അകത്തേക്ക് പോയി. അകത്തേക്ക് കയറിപ്പോകുന്ന അപ്പുവിനെ തന്നെ നോക്കി നിൽക്കുന്ന ആളെ കണ്ട് നീലിന് ചെറുതായി ദേഷ്യം വന്നിരുന്നു. ആരാ? അവൻ സ്വരം കടുപ്പിച്ച് ചോദിച്ചു. ഞാൻ അഡ്വക്കേറ്റ് കിഷോർ. ശിവൻകുട്ടിയുടെ കേസും മറ്റു കൈകാര്യം ചെയ്യുന്ന ഞാനാണ്. തനിക്ക് വീട് മാറി കാണും. ഇത് ശിവൻകുട്ടിയുടെ വീടല്ല. കാർത്തികേയൻ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. ഞാൻ പറയുന്നു, ഒന്ന് കേക്ക്. തനിക്ക് കൂടി ഉപകാരമുള്ള കാര്യം പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അത് പറഞ്ഞ നീലൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും അയാൾ നീലൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. എടാ, പഴയ വീട് കൊണ്ട് തനിക്ക് എന്ത് ഉപകാരം കിട്ടാൻ പോണേ? ആ വീടിൻ്റെ ജപ്തി തീരുന്നതിനേക്കാൾ നല്ലത് ആ പൈസക്ക് പുതിയ വീട് വാങ്ങിക്കുന്നതാ. എനിക്ക് പുതിയ വീട് വേണ്ടെങ്കിലോ? ശിവൻകുട്ടിയുടെ കുബുദ്ധിയ നീ കാർത്തികേയൻ്റെ അടുത്ത് നടക്കില്ലെന്ന് പറഞ്ഞേക്ക്. ആ വീടിന് മീതെയുള്ള അയാളുടെ നോട്ടം ഇനി വേണ്ട. അതെൻ്റെ വീടാ. അത് എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിൽ ഞാൻ തിരിച്ചു പിടിക്കും. എന്നിട്ട് താൻ എന്ത് നേടും? ശിവൻകുട്ടി സാറ് തനിക്ക് നല്ലൊരു തുക ഓഫർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ വീട് പൊളിച്ച് തൻ്റെ സാറിന് പുതിയ ബിൽഡിങ് പണിയാനല്ലേ? അതിന് ഞാൻ സമ്മതിക്കില്ല. ഇയാൾക്ക് പോവാം. നീലൻ തറപ്പിച്ച് പറഞ്ഞതും അയാൾ നീരസത്തോടെ പുറത്തേക്ക് നടന്നു. ഗേറ്റിനരികിലെത്തിയത് അയാളൊന്ന് തിരിഞ്ഞു നോക്കി. അതിൻ്റെ അർത്ഥം മനസ്സിലായ നീലൻ ദേഷ്യം വന്നിരുന്നു. അയാൾ പോയി കഴിഞ്ഞതും നീലൻ അകത്തേക്ക് വന്നു. അപ്പോൾ കോളേജിൽ പോകാൻ റെഡിയാവുമായിരുന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി തോർത്തുന്നവളെ അവൻ പിന്നിൽ നിന്ന് പുണർന്നു. ആരാ നീല അത്? അറിയില്ല, വീട് മാറി വന്നതാ. അതിന് ഈ ഭാഗത്ത് വേറെ കാർത്തികന്മാരൊന്നും ഇല്ലല്ലോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അറിയില്ല, അവൻ താല്പര്യമില്ലാതെ പറഞ്ഞോ. അവളുടെ പിൻകഴുത്തിലേക്ക് മുഖം ചേർത്തു. അവളുടെ മുടിയിലെ വെള്ളം അവൻ്റെ ഷർട്ടിൽ ചെറിയ നനവ് പടർത്തി. കുഞ്ഞെ. നീല, ഐ ലവ് യു സോ മച്ച്. സീരിയസ്ലി? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും നീലൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. എന്താടി ചിരിക്കണേ? ചിരി വന്നിട്ട് ആണോ? അത് പറഞ്ഞവൾ അവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി കഴുത്തിലായി കടിച്ചു. അപ്പോൾ അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചൊന്ന് ഉയർന്നു പൊങ്ങി. ഇപ്പം നിനക്ക് ചിരി വരുന്നില്ലേ? അവളുടെ കഴുത്തിലൂടെ മുഖുരിച്ചുകൊണ്ട് അവൻ ചോദിച്ചെങ്കിലും മറുപടി പറയാൻ കഴിയാതെ അപ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. നമുക്ക് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണ്ടേ? നീലൻ കള്ളച്ചിരിയോടെ ചോദിച്ചു. അപ്പു ഞെട്ടിക്കൊണ്ട് അവനെ പിന്നിലേക്ക് തള്ളി. എനിക്ക് ക്ലാസ്സിൽ പോകണം. അത് പറയുന്നു അവൾ ബാഗെടുത്ത് പുറത്തേക്ക് ഓടലും കഴിഞ്ഞിരുന്നു. വാതിൽ കടക്കുന്നതിന് മുമ്പേ നീലൻ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് ലോക്ക് ചെയ്തു. ഈ കോലത്തിൽ എങ്ങോട്ടാടി നീ ഓടണേ? നീലൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചപ്പോഴാണ് യൂണിഫോം ടോപ്പിന് താഴെ പാൻറ് പോലും ഇടാത്ത കാര്യം അവൾ ഓർത്തത്. മുട്ടുവരെയുള്ള ടോപ്പ് ഇട്ട് കുളി കഴിഞ്ഞ് വന്ന അതേ മുടി വഴി നിൽക്കുന്ന തൻ്റെ രൂപം അപ്പു കണ്ണാടിയിൽ കണ്ടു. എവിടെ എൻ്റെ പാൻറ്? അവൾ തിരക്കിട്ട് തൻ്റെ പാൻറ് കബോർഡിലും ബെഡിലും തിരയാൻ തുടങ്ങി.
അത് കയ്യിൽ കിട്ടിയതും ബാഗ് ഇട്ടുകൊണ്ട് ബാഗുമായി പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. നീലൻ തലയ്ക്ക് കൈവച്ച് പോയി. അവിടെ നിന്ന് നീ. അവൻ ആദ്യം അവളുടെ തോളിൽ കിടക്കുന്ന ബാഗ് അഴിച്ചു വെച്ചു. ശേഷം അവളെ കണ്ണാടിക്ക് മുന്നിലായി കൊണ്ട് നിർത്തി മുടി കെട്ടിക്കൊടുത്തു. ഷാള് കുത്തിക്കൊടുത്തു. കണ്ണാടിയിൽ ഒട്ടിച്ചു വെച്ച പൊട്ട് അവളുടെ നെറ്റിയിൽ വെച്ചു കൊടുത്തു. എൻ്റെ കുഞ്ഞിപ്പോ സുന്ദരിയായി. അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞത് അപ്പുവിൻ്റെ മുഖത്തിൽ പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ ശരിക്കും സുന്ദരിയാണോ നീല? ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.